കരിത്താസ് ഹോസ്പിറ്റലിൽ അവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് ഓൾറെഡി ബിസിനസ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇപ്പോൾ ഓൾറെഡി ഇന്റേൺഷിപ്പിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് തൊട്ട് അതിൻ്റെ ഇന്റേൺഷിപ്പ് ആരംഭിക്കുന്നു. മോന് ഇപ്പോൾ ഓൾറെഡി 12th പാസ് ഔട്ടായി മറീൻ കോളേജിൽ കുട്ടിക്കാലത്ത് ഓൾറെഡി BSW അഡ്മിഷൻ എടുത്തു. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ കൃപയാണ്. സ്വന്തം ദൈവം ഞങ്ങളെ വിളിച്ച അന്ന് മുതൽ കർത്താവ് തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിശേഷം. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി. എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 43ാമത്തെ ദിവസം ലോകത്തിൽ ഇന്ന് വരെ ഒരു രാജ്യത്തും പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രോഗം, ഒരു മാരക രോഗം വന്ന് ഞാൻ പൂർണ്ണമായിട്ട് തളർന്നു. സംസാരശേഷിയൊക്കെ പോയി. ഒരു 4.5 മാസം വെന്റിലേറ്ററിലായിട്ട് ICU-ലൂടെ ശ്വാസമൊക്കെ എടുത്ത് 5 മാസവും 27 ദിവസവും മൂക്കിലൂടെ ഫീഡിംഗ് ഒക്കെ ആയി പൂർണ്ണമായിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് തളർന്ന് സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട് വലതുകളിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ സാധ്യതയില്ലാതെ എന്നെ ഒരു സൈഡിലേക്ക് മാറ്റിയതാണ്. എന്നാൽ കർത്താവ് എന്നോട് കരുണ തോന്നി. സ്തോത്രം. എൻ്റെ കുട്ടിദാസിനോട് കർത്താവ് കരുണ കാണിച്ചു. എൻ്റെ കുടുംബത്തോട്, എൻ്റെ പിതൃഭവനത്തോട് കർത്താവ് കരുണ കാണിച്ചു. കർത്താവിൻ്റെ മഹിമയ്ക്ക് കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച് ഓർത്ത്. സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ വലിയ പേരിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ച അന്ന് മുതൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ എങ്ങനെ കർത്താവിന് വേല ചെയ്യണമെന്നുള്ള ചോദ്യം എൻ്റെ അകത്ത് വന്നു. ആ സമയത്തൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഞാൻ 93-ലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. എൻ്റെ മാതൃ ചർച്ച ചാത്തഗിരി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചാണ്. ഹല്ലേലൂയ. ഞാൻ ചാത്തഗിരി ഷാരോൺ ഫെലോഷിപ്പിന്റെ മെമ്പറാണ്. അന്ന് തുടങ്ങി എൻ്റെ കർത്താവിൻ്റെ പേരേക്ക് വിളിച്ചുള്ള ബോധ്യത വന്ന സമയത്തൊട്ട് എൻ്റെ ആകത്തൊരു ടെൻഷനാണ്. കർത്താവ് ഇനി ഹാക്കാനായി ഡു യുവർ മിനിസ്ട്രി. എങ്ങനെയാണ് എൻ്റെ വേല ചെയ്യുന്നത്? ഏത് തരത്തിലാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്? എന്നവയുടെ വിളി എന്താണ്? സ്തോത്രം. കാരണം തിരുവനന്തപുരത്ത് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എല്ലാവരുടെയും പാസ്റ്ററൽ കോളിംഗ് അല്ല. സ്തോത്രം. എല്ലാവർക്കും പാസ്റ്ററൽ കോളിംഗ് ഇല്ല. സ്തോത്രം. കർത്താവിന്റെ സഭയ്ക്ക് തലയായി നിൽക്കുന്നത് യേശുവാണ്. സ്തോത്രം. സഭയ്ക്ക് തലയായി നിൽക്കുന്നത് ക്രിസ്തുവാണ്. അവൻ പ്രാപിച്ച ശുശ്രൂഷ കർത്താവ് തന്റെ സഭയിലേക്ക് പകർന്നു കൊടുത്തു. സ്തോത്രം. തിരുവനന്തപുരത്ത് പറയുന്നു യേശു അപ്പോസ്തലനായിരുന്നു. എല്ലാവരും പറഞ്ഞ യേശു ആരായിരുന്നു? ഹല്ലേലൂയ. അവൻ എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം പറയുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുകയും. അപ്പൊ നമ്മുടെ കർത്താവാണ് അപ്പോസ്തലനായിരുന്നു. സ്തോത്രം. അത് തന്നെയല്ല തിരുവനന്തപുരത്ത് പറയുന്ന പ്രവാചകനായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:19 വചനം പറയുന്നു, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായ നസറനായ യേശു. വീണ്ടും നമ്മൾ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ അവൻ യേശു കർത്താവിനെ കുറിച്ച് വചനം പറയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവാണ്. ഹി വാസ് എ വണ്ടർഫുൾ പാസ്റ്റർ. ഹല്ലേലൂയ. അവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററായിരുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ വീണ്ടും തിരുവനന്തപുരത്ത് പറയുന്നു, അവൻ നല്ലൊരു സുവിശേഷകനായിരുന്നു. ഹല്ലേലൂയ. എന്താണ് കർത്താവ് സിനഗോഗിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? എളിയവരോട് സത്യവർത്തമാനം ഘോഷിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. God has anointed me to preach the gospel. Hallelujah. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആലയത്തിൽ നിന്നുകൊണ്ട് കൺഫ്യൂസ് ചെയ്യാൻ I am for gospelization. I am for preaching the good news to the poor. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. വീണ്ടും നമ്മൾ കാണുന്ന 5-ാമത്തെ കർത്താവിന്റെ ശുശ്രൂഷ ടീച്ചിങ് മിനിസ്ട്രി ആയിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് റബ്ബായിമാർ ഉൾപ്പെടെ വന്നിട്ട് even Nicodemus one day he came to Jesus. Hallelujah. യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് കർത്താവിനോട് പറയുന്നു, റബ്ബി. ഹല്ലേലൂയ. അവൻ വിളിക്കുന്നത്, അവൻ ടീച്ചർ എന്നാ കർത്താവിനെ വിളിക്കുന്നത്. ഹല്ലേലൂയ. പറയുന്നുണ്ട്, റബ്ബി നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഉപദേഷ്ടാവാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നിന്റെ കൂടെ ദൈവമില്ല എങ്കിൽ ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. So we need to know. ഹല്ലേലൂയ. അവൻ ആരായിരുന്നു? നല്ല വണ്ടർഫുൾ ടീച്ചർ ആയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം. ഈ 5 ദിന ശുശ്രൂഷ ഓടി ആരുണ്ടായിരുന്നു? നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ 33 തിരുവയസ്സിലൂടെ തന്റെ ശുശ്രൂഷയിൽ ഈ 5-fold മിനിസ്ട്രി യേശു കർത്താവിനെ നമ്മൾക്കറിയാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാണാൻ കഴിയും. എന്നാൽ when he died on the cross, hallelujah, തിരുവെഴുത്ത് പറയുന്നു, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് നമ്മുടെ മഹാപുരോഹിതനായി കയറി പോയപ്പോൾ, ഹല്ലേലൂയ, തിരുവെഴുത്ത് പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അങ്ങനെ when you tarry unto Jerusalem, I will pour out my spirit upon you. Hallelujah. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. Hallelujah. Then you shall receive power. Hallelujah. അതിനുശേഷം നിങ്ങൾ ശക്തി ധരിക്കും. പിന്നെ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും.
ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് എപ്പോഴാണ് തന്റെ ആത്മാവിനെ അവൻ തന്റെ മക്കളിൽ പെന്തക്കോസ്ത് നാൾ അയച്ചോ അന്ന് മുതൽ തിരുവെഴുത്ത് പറയുന്നു this fivefold ministry ഹല്ലേലൂയ അപ്പോസ്തോലിക് ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും ഇടയ ശുശ്രൂഷയും അവൻ സുവിശേഷക ശുശ്രൂഷയും ടീച്ചിങ് മിനിസ്ട്രിയും തന്റെ സഭയിലേക്ക് ദൈവം അയച്ചു. ഹല്ലേലൂയ. അത് തിരഞ്ഞെടുക്കപ്പെട്ടവമേ ആ അഭിഷേകം വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. സോ അപ്പം അന്ന് തൊട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതിനകത്ത് ഏതാണ് എൻ്റെ വാട്ട് ഈസ് മൈ പർട്ടിക്കുലർ കോൾ, എൻ്റെ വിളി എന്താ? ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. അവൻ സ്വതന്ത്രം ആ സമയത്തൊക്കെ അവൻ എനിക്കത് ബൈബിളൊന്നും ആ സമയത്ത് അറിയത്തില്ല. അപ്പം ഞാൻ കർത്താവിനെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്നപ്പോൾ എൻ്റെ അകത്ത് വലിയ ടെൻഷനായിരുന്നു. കർത്താവേ എനിക്ക് മുന്നമായ 27 അതുകൊണ്ട് കർത്താവേ ഇനിയുള്ള സമയത്ത് എപ്പോഴും ബൈബിളെല്ലാം വായിച്ച് പഠിച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റും. സ്വതന്ത്രം എൻ്റെ അകത്ത് ഭയങ്കര ടെൻഷനായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ പല രീതിയിലുള്ള അവൻ എന്താ പറയുന്നത് അവൻ സ്കീമുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ബൈബിൾ വേഗത്തിൽ വായിച്ചു തീർക്കാം. ഒത്തിരി സ്കീമുകൾ കണ്ടു. ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്നത്, 6 മാസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. ഞാൻ ചിന്തിച്ച് കർത്താവേ ഒരു വർഷം കൊണ്ട് ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചാൽ 10 വർഷം കൊണ്ടില്ല 10 വർഷം വായിച്ചു തീർക്കാൻ അതുകൊണ്ട് ഒത്തിരി സമയം പോകുന്നു. അപ്പോഴേക്കും ഞാൻ കൂട്ടാവാൻ ചായക. അതുകൊണ്ട് ഞാൻ കർത്താവ് എനിക്ക് അത് പോരാ, അറിയാം ഇച്ചിരിയുള്ള സ്പീഡിൽ കാര്യങ്ങൾ വേണം. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ പെർ ഡേ ഒരു 40 അധ്യായം വെച്ച് വായിച്ചാൽ 30 ദിവസം ഹോൾ ബൈബിൾ വായിച്ചു തീർക്കാം. ഹല്ലേലൂയ. അതൊന്നും ആർക്കും അറിയത്തില്ല. എൻ്റെ പേര് വിനോദ അതുപോലും ആർക്കും അറിയത്തില്ല. വീട്ടുകാലത്ത് വിളിക്കുന്ന കൊച്ചുമോൻ എന്നുള്ള പേരല്ലാതെ ചാത്തഞ്ചേരിക്കാർ പോലും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആർക്കും അറിയത്തില്ല. സോ വാട്ട് ഐ ഡിഡ് വാസ് ഹല്ലേലൂയ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കയറിയിരുന്ന വീട്ടിലേക്ക് കയറി മുറിക്കകത്ത് കയറി ബൈബിൾ വായിക്കാൻ തുടങ്ങി. പെർ ഡേ 40 ചാപ്റ്റർ വെച്ച് വായിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. 30 ദിവസം ഹോൾ ബൈബിൾ വായിക്കും. 31ാം ദിവസം ഫ്രീ ആകും. അതുകൊണ്ട് വീണ്ടും അടുത്ത മാസത്തിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് പിന്നെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആവൃത്തി ആയി കഴിഞ്ഞപ്പോൾ ഒരു നാൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലരുടെ 12ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം ഞാൻ വായിച്ചു പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വായിക്കുന്നു അബ്രഹാം ചെന്നെടുത്തൊക്കെയും യാഗപീഠം പണിത് അവൻ കർത്താവിനെ ആരാധിച്ചു. ഈ ഒരു വാക്യം ഹല്ലേലൂയ പെട്ടെന്ന് ആ വചനം പൊങ്ങി എൻ്റെ അകത്തോട്ട് വരുന്നവർ എനിക്ക് തോന്നി. സഹോദരൻ ഹല്ലേലൂയ അന്ന് മുതൽ കർത്താവിനോട് പറഞ്ഞു യു ആർ കോൾഡ് ഫോർ ചർച്ച് പ്ലാന്റിംഗ്. ഹല്ലേലൂയ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ചർച്ച് പ്ലാന്റിങ്ങിന് വേണ്ടിയാണ്. അന്ന് മുതൽ കർത്താവിന്റെ വലിയ കൃപയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ ആ ഒരു ശുശ്രൂഷയിൽ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്തു. ഒന്ന് ആമേൻ പറഞ്ഞിട്ട് ഞാൻ തിയോളജിക്കൽ സ്റ്റഡീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഒരു 4 വർഷം പഠിത്തം കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ പറഞ്ഞു കർത്താവേ മതി 4 വർഷം പഠിച്ചത് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇനി എനിക്ക് കർത്താവിന്റെ വേദനയിലേക്ക് ഇറങ്ങണം. അങ്ങനെ പഠിച്ചു. വേഗത്തിൽ ചർച്ച് പ്ലാനിങ്ങിലേക്ക് കയറാൻ തുടങ്ങി. കാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ again the Lord told me go and study. അവൻ വീണ്ടും കർത്താവ് പറഞ്ഞു പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പഠിച്ച് ഇപ്പം PhD ചെയ്യുന്നുണ്ട്. കരമേൽ ദിവസം സറമൂർ യൂണിവേഴ്സിറ്റിയുടെ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതെല്ലാം ഇതിനിടെ നടക്കുന്നുണ്ട്. അവൻ ചർച്ച് പ്ലാനിങ് നടക്കുന്നുണ്ട്. ദൈവകൃപയാ കർത്താവ് ഞങ്ങളെ വിളിച്ച വേലയ്ക്ക് അനുസരിച്ച് കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ അതൊരു വൈകിയ സമയത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ ദാസനെ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ പല ഏരിയയിലൂടെ കർത്താവിനെ കൊണ്ടുപോയി. സ്വന്തം ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഒരു വചനത്തിലേക്ക് വേഗത്തിൽ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അന്ന് മുതൽ അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേദിയിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങളുടെ വർക്കിന്റെ പ്രത്യേകത നേറ്റീവ് മിഷണറി മൂവ്മെന്റ് ആയിട്ടാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതാത് സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളിലും അതാത് സ്റ്റേറ്റിലുള്ളവരെ അവൻ ഭാഷയിൽ സംസാരിക്കുന്നവരെ അവൻ കർത്താവിന്റെ പദ്ധതി പ്രകാരം കണ്ടുപിടിച്ച് അവരിലൂടെ കർത്താവിന്റെ വേല ചെയ്യത്തക്ക തരത്തിലാണ് നമ്മുടെ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നമ്മളൊരു വർക്ക് തുടങ്ങിയാലും ഒരു 2-3 വർഷത്തിനകത്ത് നമ്മുടെ ചെറിയ ചർച്ചയുടെ പണി ഏകദേശം 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ചർച്ച നമ്മുടെ പണി ഏകദേശം 35 അടി നീളം ഏകദേശം 20 അടി വീതിയിൽ ആ ഒരു ചർച്ച പണിത് നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വലിയ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ചർച്ചസെങ്കിലും മിനിമം പണിയും അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നുകൊണ്ടെന്ന് സൗകര്യമാണ് ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു ആഗ്രഹം ഒരു ഭാരം പറയുന്നത് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനകത്ത് 1000 ചർച്ചെങ്കിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ആ രീതിയിൽ അവൻ രാത്രി പകലും ഞങ്ങൾ അതിനുവേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ കർത്താവ് തന്ന ഒരു ദൂതിലേക്ക് വരാം. ഇന്ന് രാത്രി നമ്മൾ കേട്ട സങ്കീർത്തനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട് ആ സങ്കീർത്തനത്തിനകത്ത് ഹല്ലേലൂയ അവിടെ നമ്മൾക്കറിയാം 150 സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. വിശുദ്ധ തിരുവചനം
കരച്ചിലിന്റെ ഒരു പുസ്തകമുണ്ട്, കരച്ചിലിന്റെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം. ഹല്ലേലൂയ. അതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു 4-5 അധ്യായം ഉണ്ടെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു സങ്കീർത്തനം നമുക്ക് എത്ര ഉണ്ട്? 150 സങ്കീർത്തനങ്ങളുണ്ട്. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ കരയുവാൻ സ്തോത്രം 4-5 അധ്യായം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സ്തോത്രം ചെയ്യുവാൻ 150 അധ്യായങ്ങളുണ്ട്. സ്തോത്രം മനസ്സിലായി നാമേ പറഞ്ഞിട്ട് ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കരച്ചിലിനെ ശത്രു കൊണ്ടുവന്നിടുന്ന പല അധ്യായങ്ങൾ കാണും. അങ്ങേ അറ്റം വന്നാൽ 5 അധ്യായം വരെ വരും, അതിനപ്പുറത്ത് പോകത്തില്ല. പക്ഷെ നിനക്ക് സ്തോത്രം ചെയ്യാൻ, നിനക്ക് പാടുവാൻ, അവന് മഹത്വം കൊടുക്കുവാൻ കുറഞ്ഞത് 150 സങ്കീർത്തനമെങ്കിലും എന്റെ രാജാവ് നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ അവന്റെ കരുത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ വചനം ധ്യാനിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ അവസാന സങ്കീർത്തന പുസ്തകത്തിലെ അവസാന 5 പുസ്തകമാണ് സങ്കീർത്തനം. അതിലെ അവസാന പുസ്തകത്തിനകത്ത് അവൻ പുസ്തകം അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മാവിൽ വിശേഷമായ തരത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ അവൻ സ്തോത്രം തന്റെ ജനത്തിന് ഹല്ലേലൂയ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സങ്കീർത്തന പുസ്തകം അവസാനിക്കുന്നത്. സോ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് ദൈവദാസന ദൂതെടുക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വന്നത്, ആർക്കാണ് ദൈവത്തെ സ്തോത്രം സ്തുതിക്കാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നാം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മൾ ആ സ്തുതിയിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നത്? How can you enter into the realm of praise? Hallelujah. എപ്രകാരമാണ് സ്തുതിയുടെ തലത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുവാൻ കഴിയുന്നത്? ഇന്ന് രാത്രി വേഗത്തിൽ ആ ഒരു ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അത് കരമേർത്ത് നാമൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, വേഗത്തിൽ നമുക്ക് ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എടുത്താട്ട് ഹല്ലേലൂയ. ആമേൻ. സോദര 100 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഈ മോളെ പപ്പ മമ്മി ആരോടെ മോളെ പേഴ്സണൽ മോളെ ജാനറ്റ്. Your name is Janet? Janet. Okay, which grade you are studying? 7. Okay. Parents ഉണ്ടോ? ആരാണ്? Lord is telling me to say something great. Hallelujah. കർത്താവിനോട് പറയുന്നു അവൻ your family. Hallelujah. കർത്താവിനോട് പറയുന്നു ഈ മോളുടെ കുടുംബത്തോട് ബന്ധത്തിൽ കർത്താവ് ഒരു ഡിവൈൻ എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. Holy Spirit is telling me to say a mighty encounter is going to take place in your family. കർത്താവ് എന്തോ അസാധാരണമായത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ വിഷയത്തിന്മേൽ അവൻ ഒരു വലിയ വിടുതൽ കർത്താവ് അയക്കാൻ കർത്താവിന് പദ്ധതിയുണ്ട്. എന്നോട് കർത്താവിനെ കാണിക്കുന്ന എന്തൊക്കെയോ ചില വെല്ലുവിളികളെ കർത്താവ് ദഹിപ്പിച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ബലത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് വരണം. ഒരു അസാധാരണമായ ഒരു മിറക്കിൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് കർത്താവ് അയക്കാൻ പോവുകയാണ്. He is going to release something great in your family. Hallelujah. അത് കർത്താവിന് മഹത്വമാകത്തക്ക തലത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ such a mighty miracle is going to take place in your family. Hallelujah. So get ready, prepare yourself. He is going to show himself through your family. Hallelujah. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ഒരു മിറക്കിൾ അയക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മോളുമായി റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഈ വീടുമായി ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരു അസാധാരണമായ വിടുതൽ കർത്താവ് നിങ്ങളുടെ കൂടാരത്തിനകത്ത് അയച്ച് അവന്റെ മഹിമയ്ക്കായി നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആമേൻ പറഞ്ഞിട്ട് മോളെ കൊണ്ടുവന്ന് കരുതുന്നേ. പ്ലീസ് കം ഹിയർ. ഹല്ലേലൂയ. എല്ലാവരും കൈ നോക്കുന്നതിന് കൈ നീട്ടുകേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ ഈ മോളുമേൽ കൈ വയ്ക്കുമ്പോൾ നിന്റെ മഹത്വം ഈ കുടുംബത്തിൽ ഇറങ്ങട്ടെ. Like power and by fire, Lord. I release your glory and anointing, Lord. Hallelujah. നിന്റെ മഹിമയ്ക്കായി, നിന്റെ മഹത്വത്തിനായി, Father, let your glory manifest in this family, Lord. അവിടുത്തെ സ്വന്തം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അത് അവിടുത്തെ നാമത്തിൽ മഹത്വമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാൽ ഒന്ന് ചേർന്ന് സ്വന്തം ചെയ്താൽ വളരെ ശ്രദ്ധിക്കണം. How can I enter into the realm of praise? സ്തുതിയുടെ തലത്തിലേക്ക് നമുക്ക് ചുമ്മാ ഓടിച്ചെന്ന് കയറി പ്രൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു വഴിയുണ്ട്. വേഗത്തിൽ നമുക്ക് നോക്കി ആ 100-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ വായിക്കുന്നത് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ
സ്തുതിയോട് കൂടെ വരിക. കർത്താവിനോട് പറയുന്ന ഒരു കാര്യം, എപ്പോഴാണ് ഒരു ദൈവ പൈതലിന്റെ വായിൽ നിന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, you are automatically shifted to the realm of praise. ഹല്ലേലൂയ. സ്തുതിയുടെ തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. കർത്തൃ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ചുമ്മാതെ കയറി ചെല്ലാൻ കഴിയത്തില്ല. When we are looking into the tabernacle, ഹല്ലേലൂയ, നമുക്ക് സമാഗമന കൂടാരത്തെ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിനകത്ത് ഒന്നാമത്തെ ഫേസിന് പറഞ്ഞ പേര് പ്രാകാരമെന്നാണ്. രണ്ടാമത്തെ ഫേസ് അവൻ വിശുദ്ധ സ്ഥലമാണ്. And the third realm is called the most holy place, അതിപരിശുദ്ധ സ്ഥലം. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മളൊരു ഓർഡിനറി സ്റ്റാൻഡേർഡിൽ ചെന്നാൽ എവിടെ വരെ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ? പ്രാകാരം വരെ കയറാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് എൻട്രി ചെയ്യാൻ കഴിയത്തില്ല. അതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നീ പുരോഹിതനായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത ഒരു വചനം പറയുന്നുണ്ട്, ആ പുരോഹിതനായ മാത്രം പോരാ, അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ അവൻ തിരുവഴിച്ച് പഠിച്ചാൽ പഴയ സർക്കിളിൽ കണ്ടാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ മഹാപുരോഹിതനായിരിക്കണം. He must be a high priest. Hallelujah. Then only he can enter into the most holy place. Hallelujah. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചുമ്മാ ഒരാൾക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. ചുമ്മാ ഒരാൾക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. പക്ഷെ എപ്പോഴാണോ, ഹല്ലേലൂയ, അവൻ സ്വന്തം അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യത്തിലേക്ക് നീ കയറാൻ തുടങ്ങിയ പ്രാകാരത്തിലേക്ക് സ്തോത്രത്തോടെ വന്ന ഇന്ന് രാത്രി ആരോട് പറയുന്നു, നിനക്ക് സന്തോഷത്തോടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലത്തക്ക തലത്തിൽ അവൻ വാതിലുകൾ നിനക്കായി തുറന്നു വന്നു. മോനെ കഥ കാണിക്കുന്നത് മോൻ പ്ലസ് ടു കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞു പാസ്ഔട്ടായി. കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ, മോനെ കർത്താവിന് മോൻ ദുബായിൽ നിൽക്കുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഫർദർ സ്റ്റഡീസിനോട് ബന്ധത്തിൽ കർത്താവ് അങ്ങനെ കാണിച്ചു. ഇതൊരു കൺഫർമേഷൻ. ഈ രാജ്യത്ത് കർത്താവ് മോൻ സ്റ്റഡീസിന് ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയും അതിനകത്ത് കർത്താവിന് പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. മോൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അമ്മൻ പറഞ്ഞാണ് മോൻ ഇന്ന് രാത്രി 3 കൺഫർമേഷൻ തരാൻ വേണ്ടി കർത്താവോട് കൊണ്ടുവന്നേ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, മോൻ ദുബായിൽ കർത്താവിന്റെ മഹത്വത്തിനായി നിൽക്കത്തക്ക തലത്തിൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് മോനെ ദുബായിൽ കർത്താവ് നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. നിനക്ക് വേണ്ടി ഒരു ബ്ലെസ്ഡ് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയും കർത്താവ് പറയുന്നു, അതിനുവേണ്ടി എല്ലാ ഡോറും കർത്താവ് തുറക്കും. Everything God is going to open for you. Hallelujah. അങ്ങനെ ഒരു കാര്യം കർത്താവ് യേശുവിനെ നിനക്ക് വേണ്ടി ചെയ്ത് ആദരിക്കാൻ കർത്താവിന് പ്ലാനുണ്ട്. സോ കർത്താവ് പറയുന്നു, നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. Hallelujah. In the coming days he is going to use you powerfully for his glory. Hallelujah. മോൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയുന്നു, നിന്നെക്കുറിച്ച് കർത്താവ് ചില വലിയ പ്ലാനുകളുണ്ട്. Hallelujah. മോൻ ഈ രാജ്യത്ത് കർത്താവിനെ ആദരിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. കരമേൽക്കുന്ന കർത്താവ് സ്വതന്ത്രം ചെയ്തത്. ഈ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഞാൻ പ്രാകാരത്തിലേക്ക് സ്തോത്രത്തോടെ കയറി ചെല്ലാൻ തുടങ്ങിയ, ഞാൻ സ്തോത്രത്തോടെ കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ തിരുവഴുത്ത് പറയുന്നു, അടുത്ത ഡോർ വിൽ ബി ഓപ്പൺ ഫോർ ദ realm of praise. Hallelujah. സ്തോത്രത്തോടെ കയറി ചെല്ലുന്നവർക്ക് വേണ്ടി സ്തുതിയുടെ തലം തുറക്കപ്പെടുകയാണ്. ചുമ്മാ നമുക്ക് സ്തുതിയിലേക്ക് കയറാൻ പറ്റത്തില്ല. സ്തുതി എന്ന് പറയുന്നത് ഹയർ ഹൈറ്റിൽ നടക്കേണ്ട കാര്യമാണ്. അത് വെറുതെ നടക്കത്തില്ല. അത് ചെയ്യണമെങ്കിൽ ചെറിയ കാര്യമല്ല. ഇവിടെ സംഗീതക്കാരൻ പറഞ്ഞ ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ജീവനുള്ളവരൊക്കെയും കർത്താവിനെ സ്തുതിക്കേണ്ടതാണ്. സോ ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞത്, ഈ സ്തുതിയുടെ വെള്ളത്തിലേക്ക് കയറുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അവൻ തിരുവഴുത്ത് പഠിപ്പിക്കുന്നു, സ്തോത്രത്തോട് കൂടെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ ചെല്ലുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും കർത്താവ് എനിക്ക് തന്ന വിടുതലിനെ കുറിച്ച് പറയാറുണ്ട്. സൗദി അറേബ്യയിലായിരുന്നു ജോലി. ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞു 43-ാമത്തെ ദിവസം അവൻ കാലിന്റെ മണ്ണിലേക്ക് ഒരു ചെറിയ വേദന തുടങ്ങിയതാണ്. അവൻ ബോഡിയിലേക്ക് അത് പെയിൻ വ്യാപിച്ചു. 48 മണിക്കൂർ ഞാൻ തളർന്നു. സംസാരശേഷി പോയി. ട്രക്കിയോസ്റ്റമി ചെയ്ത് വെന്റിലേറ്ററിലായി. അവൻ സ്വന്തം ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് സൗഖ്യമില്ലാതെ ഏകദേശം 6 മാസത്തോളം എറണാകുളത്തോളം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എന്നെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടതാണ്. ഹല്ലേലൂയ. ആരും അഡ്മിറ്റ് ചെയ്യാൻ പോലും തയ്യാറാകത്തില്ലായിരുന്നു. തിരുവല്ല മെഡിക്കൽ മിഷനിൽ അവൻ ആദ്യ ഡോക്ടറെ കാണിച്ചു. അതിനുശേഷം ലിസി ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അമൃതനദിയുടെ വലിയ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവരെ ആരും എന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ മെഡിക്കൽ പ്രസിഡന്റ് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ആരംഭിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, വിനോജൻ നിനക്ക്
വരാനിരിക്കുന്ന രോഗത്തിന് ഇതുവരെ ഒരു രാജ്യത്തും പ്രതിവിധിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം ഞങ്ങൾ ശ്രമിക്കും നിങ്ങളെ രക്ഷിക്കുവാൻ. ബാക്കി നീ പ്രാർത്ഥിക്കണം. ഡോക്ടർ പറഞ്ഞ വാക്കാണ്. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ മഹിമയ്ക്കായിട്ട് പറയട്ടെ, എന്നെ സങ്കടപ്പെട്ട് ഞാൻ വേദനപ്പെട്ട് കടന്നെടുത്ത് യേശു ഒരു നാൾ ഇറങ്ങി വന്ന് അവൻ എന്നെ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ പ്രസാദിക്കും. നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ പ്രസാദിക്കും. എപ്പോൾ അവന്റെ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങിയോ ആ നിമിഷത്തിൽ ഹല്ലേലൂയ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് സൗഖ്യമില്ലാതെ കിടന്ന സ്ഥാനത്ത് കർത്താവ് എനിക്ക് വിടുതൽ തന്നു. അവന്റെ മഹിമയ്ക്കായി കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഇന്ന് രാത്രി വിശുദ്ധ സഭായോഗത്തിൽ ഇരിക്കുന്ന സകലരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരുപക്ഷെ നീ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത തലത്തിൽ നിന്റെ 4 വർഷത്തോടെയും ശത്രു നിന്നെ ഞെരുക്കുകയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, I am going to do a miracle for your life. Hallelujah. ഞാൻ നിനക്ക് വേണ്ടി ഒരു അതിശയത്തെ അയക്കാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവരോട് നിങ്ങളെ കരമഴി ചേർന്നാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിനകത്ത് നേരിട്ട വെല്ലുവിളികൾ പലതാണ്. പക്ഷെ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാം, അവന്റെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ കൂടാരത്തിന്റെ എല്ലാ ഏടുകളിലും വിടുതൽ സംഭവിക്കാൻ തുടങ്ങി. സോ ഇന്ന് രാത്രി കർത്താവിന്റെ ഹൃദയത്തിലേക്ക് തരുന്ന ഒരു കാര്യം, ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? തിരുവെഴുത്ത് പറയുന്നു, സ്തോത്രത്തോടെ അടുത്ത് ചെല്ലുന്നവർക്ക് സ്തുതിയുടെ തലം ദൈവം തുറന്നു കൊടുക്കാൻ തുടങ്ങുകയാണ്. സ്തുതി എന്ന് പറയുന്നത് അതൊരു അഭിഷേകമാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞ എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് an anointing. Hallelujah. എപ്പോഴാണ് അവൻ സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ he is pouring out his blessed anointing, praising anointing over me. അവന്റെ സ്തുതിയുടെ അഭിഷേകത്തെ അവൻ എന്റെ മേൽ പകരുവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സങ്കീർത്തനക്കാരൻ ദാവീദിനെ നോക്കിക്കേ, എപ്പോഴും നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, I will bless the Lord at all time. എല്ലാ കാലത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഇന്ന് രാത്രി ആരോടൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ചില നാളുകളായി ശത്രുവിടുന്ന ഏത് വെല്ലുവിളിയാണെങ്കിലും അതിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശേഷമായ ഒരു അധികാരമാണ്, വിശേഷമായ ഒരു അധികാരമാണ് സ്തുതി എന്ന് പറയുന്നത്. പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോ അവൻ ഗ്രേറ്റ് സൂപ്പർ സ്റ്റാർ ലീഡേഴ്സ് എല്ലാം മരിച്ചു. മോശ മരിച്ചു, ജോഷുവ മരിച്ചു. ഹല്ലേലൂയ. അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശ മരിച്ചു, കനാൻ ദേശത്തിലേക്ക് എത്തിച്ച ജോഷുവ മരിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ എന്താ പറയുന്നത്, ലീഡർ ഇല്ലാത്ത ഒരു തലത്തിൽ നിൽക്കുമ്പോ അവിടെ വായിക്കുന്നു, കർത്താവിന്റെ അടുത്ത് അവർ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ദേശം ഇനി ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചടക്കാനുണ്ട്, പക്ഷെ ആര് മുന്നിലേക്ക് പോകും ഞങ്ങൾക്കറിയത്തില്ല, ആരാണ് ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് ചോദിച്ച് അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുമ്പോ കർത്താവിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു കൊടുത്തു, യഹൂദ പുറപ്പെടട്ടെ. Let Judah go first. Hallelujah. യഹൂദ പുറപ്പെടട്ടെ. എന്താ യഹൂദ എന്ന പദത്തിന്റെ അർത്ഥം? സ്തുതി എന്നാണ്. എല്ലാവരും പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറഞ്ഞാട്ട് സ്തുതി. ഹല്ലേലൂയ. സ്തുതി പുറപ്പെടുമ്പോൾ ശത്രു ചിതറുവാൻ തുടങ്ങും. പറഞ്ഞാട്ടെ, സ്തുതി പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ ശത്രുക്കൾ ചിതറുവാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ കുറെ ആണ്ടുകളായി നീ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത തലത്തിൽ നിന്നെ വെല്ലുവിളിക്കുന്ന ചില കനാന്യ വ്യാപാരങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അതിനെ ജയിച്ചടക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. സ്തുതി പുറപ്പെടുവാൻ തുടങ്ങട്ടെ. ഈ കണ്ണാടി വെച്ച ബ്രദറിന്റെ പേരുണ്ട് എവിടെ? നാട്ടിലെവിടെ? ജോലിയോടുകൂടി കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയാൻ പറയുന്നു, ഒരു വലിയ വിടുതൽ കർത്താവിന്റെ ആ സന്നിധിയിൽ വെളിപ്പെടാനുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ,
അവൻ ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവദാസന്റെ മേൽ വായിക്കാൻ പാടുന്നുണ്ടോ? ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ വരാൻ കിടക്കുകയാണ്. എവിടെയൊക്കെയോ ശത്രു അവൻ ഒരു പടി അവൻ സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്ത തലത്തിൽ അവൻ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു ആ വെല്ലുവിളി അടിയാൻ വേണ്ടി പോവുകയാണ്. ദൈവം പറയുന്നത് കരവ് നീട്ടുകയും ഈ കർത്തദാസനെ ദൈവ കൃപ വ്യാപരിക്കാൻ പോവുകയാണ്. നീ കുറെ നാളുകളെ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നീ പത്രം വിട്ടിട്ട് നടക്കാൻ കഴിയുന്നില്ല. നീ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ 2 സ്റ്റെപ്പ് നിന്നെ പുറകോട്ട് കൊണ്ടുപോകത്തക്ക തലത്തിൽ എങ്ങനെ മൂയൊന്നും അറിയാൻ കഴിയാത്ത തലത്തിൽ നിനക്കെതിരെ ബാധിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. നിന്നോട് രാത്രി ആത്മാവ് സംസാരിക്കുന്നു. ഒരു വലിയ ഫ്ലോ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു മുന്നേറ്റം വെളിപ്പെടാൻ പോവുകയാണ്. എവിടെയൊക്കെ നിന്നെ പിടിച്ചൊതുക്കി വെച്ചോ ആ മേഖലകളിലെല്ലാം, ഈവൻ നിന്റെ ജോലി മേഖലയിലും നിന്റെ ശുശ്രൂഷയുടെ തലങ്ങളിലും നീ ആള് മാറിയതിനെ പോലെ ആള് മാറത്തൊക്കെ വന്നു. My anointing is going to come upon you. എന്റെ അഭിഷേകത്തിന്റെ നിറം ഞാൻ നിന്റെ മേൽ വെളിപ്പെടും. എന്റെ കൃപകളെ ഞാൻ നിന്റെ മേൽ പകരും. കൃപാവരങ്ങളെ പകരും. നീ ഒരു വ്യത്യസ്തനായ തലത്തിൽ ഈ രാജ്യത്ത് എന്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ ചില കാലം നിർത്തും. ഫാമിലി കത്തോട് പറഞ്ഞു ചില കാലം വേലയുള്ള ബന്ധത്തിലും ജോലിയുള്ള ബന്ധത്തിലും നിന്നെ ഈ രാജ്യത്ത് ഞാൻ നിലനിർത്തും. അത്രയും വലിയ അരകക്കമനകളെയും ചില വിഷയങ്ങളെ വേഗത്തിൽ ചില കുഴി കഴിയുന്ന പോലെ ചില വിഷയങ്ങളെ വലിയൊരു ഉദാഹരണം, വലിയൊരു ജയം ഞാൻ നിനക്ക് കൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ ആണ്ട് തീരുന്നതിനകത്ത് ഞാൻ നിന്റെ മേൽ വായിക്കപ്പെടുവാൻ പോകുന്ന എന്റെ അഭിഷേകത്തിന്റെ വല്ലഭത്വം അത് ദേശം കാണത്തക്കവണ്ണം നീ ആള് മാറിയതിനെ പോലെ ആകുമെന്ന് ദൈവം ഈ രാത്രി സംസാരിക്കുന്നു. ഈ രാത്രി മുതൽ സീസണിനെ ചേഞ്ച് ചെയ്യുന്നു. ഈ രാത്രി നിമിഷം ഇതൂത് കേൾക്കുന്ന നിമിഷം മുതൽ Father, in the mighty name of Jesus, I change this season, Lord. Rabba Shakariya Turiyana Bardana Arthadiya Tiriya Ragakamana. Father, I thank you for your wonderful presence, Lord. Lebriona Hasteni Prabhana Hastanadiyana. Adiyatna പറയുന്നു നീ ആള് മാറിയവനെ പോലെ എന്റെ മഹിമയ്ക്കായി നിൽക്കേണ്ടവന് ഞാൻ നിന്നെ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് ഈ രാത്രി നിന്നോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. സംസാരിക്കുകയാണ്. സ്തോത്രത്തോടെ നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. അവിടെ വായിക്കുന്നു കർത്താവ് എന്ന് പറയുകയാണ് അവൻ യഹൂദ പുറപ്പെടട്ടെ. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ് ഞാൻ അവന്റെ കയ്യിൽ ദേശത്തെ കൊടുത്തിരിക്കുകയാണ്. ഞാൻ അവന്റെ കയ്യിൽ അവൻ ദേശത്തെ കൊടുത്തിരിക്കുകയാണ്. ആ വാക്യം വായിച്ചപ്പെട്ടത് ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് നീ വന്നിട്ട് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ ചില അവകാശങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ചില കനാന്യ ജാതികളെ അവൻ ജയിച്ചടക്കണമെങ്കിൽ ഇന്ന് രാത്രി സ്വന്തം പറയുന്നു സ്തുതിയുടെ തലം പുറപ്പെടത്തക്കവണ്ണം സ്തോത്രത്തോടെ അവന്റെ പ്രാകാരത്തിലേക്ക് ചെന്ന് വിടുതലുകൾ വെളിപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. വിടുതലുകൾ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. വേഗത്തിൽ നമുക്ക് അവർ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ അവൻ സ്വതന്ത്രം 16, 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ സഭയോട് കർത്താവ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ അവൻ സ്വതന്ത്രം അവൻ 16, 17, 18 വാക്യം പരിശുദ്ധ പറയുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ് എപ്പോഴും സന്തോഷിപ്പീൻ. അടുത്തത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അടുത്തത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവമക്കൾക്ക്
പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു, താങ്ക്സ് ഗിവിംഗിന്റെ സ്തോത്രത്തിന്റെ സ്തോത്രത്തോട് നമ്മൾ അവരുടെ പ്രാകാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അടുത്ത തലത്തിലേക്ക്, സ്തുതിയുടെ തലത്തിലേക്ക് ദൈവം നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. സ്തോത്രത്തിൽ നിന്ന് തുടങ്ങി സ്തുതിയിലേക്ക് കയറണം. എല്ലാവരും പറഞ്ഞാട്ടെ, സ്തോത്രത്തിൽ നിന്ന് തുടങ്ങി, അടുത്ത കൈ കൊടുത്ത് പറ, സ്തോത്രത്തിൽ നിന്ന് തുടങ്ങി സ്തുതിയിലേക്ക് കയറണം. ഒന്നുകൂടെ പറഞ്ഞാട്ട്, സ്തോത്രത്തിൽ നിന്ന് തുടങ്ങി സ്തുതിയിലേക്ക് കയറണം. ഹല്ലേലൂയ. എന്താ സ്തോത്രവും സ്തുതിയും തമ്മിലുള്ള വ്യത്യാസം? സ്തോത്രം എന്ന് പറയുന്നത് അവൻ നമുക്ക് ചെയ്തത് ഓർത്ത്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് എന്തെന്ന് ഓർത്ത് നാം എന്ത് ചെയ്യാണ്? സ്തോത്രം തുടങ്ങുകയാണ്. പക്ഷെ സ്തുതി അതല്ല. സ്തുതി എന്ന് പറഞ്ഞാൽ സ്തോത്രത്തിലൂടെ അവിടെ കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ നിനക്ക് ആ ദൈവത്തിന്റെ വലുപ്പത്തെ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. എപ്പോഴാണ് അവന്റെ മഹത്വത്തെ നീ കാണാൻ തുടങ്ങുമ്പോൾ, അവന്റെ വലുപ്പത്തെ നീ കാണാൻ തുടങ്ങുമ്പോൾ നീ അറിയാതെ സ്തുതിയിലേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങുകയാണ്. അവനെ സ്തുതിക്കത്തക്ക തരത്തിൽ അവൻ സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ അവന്റെ വലുപ്പത്തെ, അവന്റെ മഹിമയെ, അവന്റെ പരാക്രമത്തെ, അവന്റെ സർവ്വ വല്ലഭത്വത്തെ നീ ദർശിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ അധരത്തിനകത്തു നിന്ന് അറിയാതെ അവനെ സ്തോത്രം സ്തുതിക്കാൻ തുടങ്ങുകയാണ്, അവനെ പ്രൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചേർന്നത് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ചേർന്നത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പക്ഷെ എങ്ങനെ ഞാൻ ആ സ്തുതിയുടെ തലത്തിലേക്ക് കയറും? കർത്താവിന്റെ അമ്മ പറയാണ്, എപ്പോഴും സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞാട്ട്. എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, ഈസി ആയിട്ട് സ്തുതിയുടെ തലത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് അവിടെ നമ്മൾ കാണുന്നത് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ കാണുന്ന ഒരു കാര്യം, എന്താണ് സ്തോത്രം ചെയ്യലെന്ന് അവിടെ പറയണം. വേഗത്തിൽ ഒരു 4-5 കാര്യം വേഗത്തിൽ ഞാൻ കാണിക്കാം. എന്താണ് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വായിച്ച ഭാഗത്ത് പറയുന്നത് എന്താണ്? അവിടെ വായിക്കുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. That means what is thanksgiving? Thanksgiving means it is, hallelujah, it is the will of God concerning the people of God. Hallelujah. ദൈവത്തിന്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ത്? അവനെ സ്തോത്രം ചെയ്യണമെന്നുള്ളത്. എപ്പോഴും ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? അവനെ സ്തോത്രം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അവിടെ വായിക്കുന്നു, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. Hallelujah. So thanksgiving means it is the will of God concerning the people of God. ദൈവത്തിന്റെ മക്കളെ കുറിച്ച്, അവന്റെ ശരീരമായ സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഓർമ്മ പറഞ്ഞാട്ട് എല്ലാവരും പറഞ്ഞു, എല്ലാറ്റിനും. എഫേസ്യ ലേഖനം 5:20 വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അടുത്തത് എപ്പോഴും സ്തോത്രം ചെയ്യണം. എല്ലാവരും പറഞ്ഞാട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എപ്പോഴും സ്തോത്രം ചെയ്യണം. അപ്പൊ സ്തുതിയുടെ തലത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ ഒന്നാമതായി പരിശുദ്ധ എന്ന് പറയുന്നു, അത് ദൈവത്തിന് ഇഷ്ടമായാൽ നീ എന്ത് ചെയ്യണം? എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അടുത്തത് എപ്പോഴും സ്തോത്രം ചെയ്യണം. എല്ലാവരും പറഞ്ഞാട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എപ്പോഴും സ്തോത്രം ചെയ്യണം. ചേർന്നാമൻ പറഞ്ഞാൽ 150-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവർ 1-ാം സങ്കീർത്തനം മുതൽ സങ്കീർത്തനക്കാരൻ സ്തോത്രം ചെയ്ത് 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 ആ ഉന്നതികളിലേക്ക് കയറിയപ്പോ ഇപ്പോൾ തന്റെ ഹൃദയത്തിനകത്തു നിന്ന് എപ്പോഴും നിങ്ങൾ അവസാനത്തെ 5-ാമത്തെ പുസ്തകം, സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ, 5-ാം പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണാം, സങ്കീർത്തനക്കാരനെ ദാവീദും തന്റെ ദാസന്മാരെല്ലാവരും പറഞ്ഞു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ. എന്താ കാരണം? തുടങ്ങിയത് സ്തോത്രത്തിലാണ്, ഇപ്പോൾ അവസാനിക്കുന്നത് സ്തുതിയിലാണ്. ചേർന്നവൻ പറഞ്ഞാൽ തുടങ്ങിയത് സ്തോത്രത്തിലാണ്, പക്ഷെ അവസാനിക്കുന്നത് സ്തുതിയിലാണ്. എന്ന കാരണം അവൻ ചെയ്ത ഉപഹാരങ്ങളെ ഓർത്ത് എല്ലാറ്റിനും വേണ്ടിയും എപ്പോഴും
നന്ദി പറഞ്ഞാൽ ഇവിടെ വായിക്കുകയാണ്. എന്താണ് സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ തിരുവഴുത്ത് പറയുന്നു അത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. രണ്ടാമതായി വേഗത്തിൽ ശ്രദ്ധിച്ച് എന്താണ് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്തുതിയിലേക്ക് കയറാനുള്ള അവൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ സ്തോത്രം. എന്താണ് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എടുത്താട്ട് അവൻ സ്തോത്രം 118 സങ്കീർത്തനം അതിന്റെ 23, 24 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന വായിച്ചോട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ വായിക്കുകയാണ്. അവൻ 23-ാമത്തെ വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ നമ്മുടെ ദൃഷ്ടിയിൽ എന്തായിരിക്കുന്നു? ആശ്ചര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം എന്ത് ചെയ്യണം? സന്തോഷിച്ച് ആനന്ദിച്ച് അവൻ എന്ത് ചെയ്യണം? അവന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യണം. അപ്പൊ ഇവിടെ തിരുവചനം പഠിപ്പിക്കുന്നത് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ thanksgiving means it is giving glory for his mighty works. Hallelujah. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എന്തിനെ ഓർത്താണ്? ചേർന്ന് പറഞ്ഞാട്ട് അവിടെ വായിക്കുന്നു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം കൂടത്തക്കവണ്ണം അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നാം അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് സ്തുതിയിലേക്ക് പ്രവേശിക്കുന്നത്? അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവർ. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നവർ തിരുവഴുത്ത് പറയുന്നു അവർ സ്തുതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്ന് പറഞ്ഞ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടതാണ്. എന്നാൽ ഇന്ന് രാത്രി നല്ല ആരോഗ്യത്തോട് അഭിഷേകത്തോട് ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം അവനെ തൊട്ടെഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അവന്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ സകല ജാതികളുടെ നടുവിൽ ദൈവപുത്രന്മാരുടെ ഇടയിൽ അവന്റെ മഹത്വത്തെ ഞാൻ വർണ്ണിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സോ ഇവിടെ തിരുവചനം പറയുകയാണ് it is giving glory to his mighty name for his mighty deeds. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന സ്റ്റാൻഡേർഡിന് സ്തോത്രം ചെയ്യുക എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് പറയുന്നു ഈ സ്തോത്രത്തിലേക്ക് നീ പ്രവേശിക്കാൻ തുടങ്ങിയ നിന്റെ സ്റ്റാൻഡേർഡ് മാറാൻ തുടങ്ങുകയാണ്. ചേർന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രണ്ടാം സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിലേക്ക് വന്നേ. 8-ാം സങ്കീർത്തനത്തിലേക്ക് വന്നേ. അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. മൂന്നാമതായി തിരുവചനം പറയുകയാണ് അവിടെ 8-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? നിന്റെ വൈരികൾ നിമിത്തം പകയെയും ശത്രുവിനെയും മിണ്ടാതാക്കുവാൻ തന്നെ നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരുടെ വായിൽ ഈ ബലത്തെ നിയമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ തിരുവചനം പറയുകയാണ് അവൻ ശത്രുക്കൾ എന്ത് തുടങ്ങുകയാണ്? തകരുവാൻ തുടങ്ങുകയാണ്. അവിടെ വായിക്കുകയാണ് നിന്റെ വൈരികൾ നിമിത്തം അവൻ ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുക. ഇന്ന് രാത്രി എല്ലാവരും പറഞ്ഞാൽ സ്തോത്രത്തിന് എന്റെ വൈരിയെ മിണ്ടാതാക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രത്തിന് എന്റെ വൈരിയെ മിണ്ടാതാക്കാൻ കഴിയും. സ്തോത്രത്തിന് എന്റെ വൈരിയെ മിണ്ടാതാക്കാൻ കഴിയും. പകയിനെ മിണ്ടാതാക്കുവാൻ എന്റെ വായിൽ സ്തോത്രത്തിന് പവറുണ്ട്. അത് തന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ആത്മീയ ആയുധമാണ്. It is a spiritual weapon to resist the works of the devil. Hallelujah. എനിക്കും നിനക്കുമെതിരെ ദുഷ്ട പിശാച് കൊണ്ടുവരുന്ന ഏത് പദ്ധതികളെ പൊളിക്കുവാൻ ഇന്ന് പകൽ വൈകിയ സമയത്ത് അമ്മ പറയാണ് നമ്മുടെ വായിലിരിക്കുന്ന സ്തോത്രത്തിന്
നാട്ടില് എൻ്റെ മാതൃശക്തിയിലുണ്ടെന്നൊരു അപ്പച്ചനുണ്ട്. ഹല്ലേലൂയ. ആ അപ്പച്ചനെ എന്നെ അക്ഷരം എഴുതിച്ചത് ആദ്യം അപ്പച്ചനാണ്. കുഞ്ഞിലെ 3 വയസ്സോ 3.5 വയസ്സുള്ളപ്പോൾ അവൻ മൂലയില് അക്ഷരമൊക്കെ എഴുതിച്ച അപ്പച്ചനാണ്. ആ അപ്പച്ചൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹല്ലേലൂയ. ആ അപ്പച്ചൻ്റെ പ്രത്യേകത, അപ്പച്ചൻ മരിക്കുന്ന 90 മുകളിൽ ഏകദേശം 100 അടുത്ത വയസ്സുണ്ട്. അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് വരെ അപ്പച്ചൻ്റെ പ്രത്യേകത എപ്പോഴും ഹല്ലേലൂയ, എവിടെയും ഹല്ലേലൂയ. ഈ അപ്പച്ചൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു കാര്യം, ശ്വാസം എടുത്ത് വിടുന്നത് പോലെ എപ്പോഴും അപ്പച്ചൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഇടയ്ക്ക് പറഞ്ഞ പദപ്രയോഗമാണ്, അവൻ നല്ലവനല്ലോ അവന്റെ ദൈവമേക്കുള്ളത്, അവൻ നല്ലവനല്ലോ അവന്റെ ദൈവമേക്കുള്ളത്, അവൻ നല്ലവനല്ലോ അവന്റെ ദൈവമേക്കുള്ളത്. ഞാൻ അപ്പച്ചന്റെ ലൈഫിനെ വാച്ച് ചെയ്തിട്ടുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് ആരാധനയ്ക്ക് തരണമെന്നൊന്നുമില്ല. അവിടെ ചിലപ്പോൾ പഠിപ്പിക്കായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും, ചിലപ്പോൾ കിടക്കുകയായിരിക്കും, ചിലപ്പോൾ എണ്ണിക്കുകയായിരിക്കും, ചിലപ്പോൾ കുളിക്കുകയായിരിക്കും. എപ്പോഴാണെങ്കിലും അപ്പച്ചന്റെ വായിൽ എപ്പോഴും അപ്പച്ചൻ ആവർത്തിച്ച് പറഞ്ഞൊരു പദപ്രയോഗമാണ്, അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ പറയട്ടെ, ആ അപ്പച്ചന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഉയർത്തിപ്പിതാണ് വലുതാണ്. ചിലത് സ്വന്തം ചെയ്താട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ അമ്മ പറയുന്നു, ഹല്ലേലൂയ, എരിഹോവിന്റെ കോട്ടയെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവിടെ വായിക്കുന്ന ഓരോരുത്തൻ ഹല്ലേലൂയ പട്ടണത്തിന്റെ നേരെ കയറി ചെല്ലുകയാണ്. ഓരോരുത്തൻ കയറി ചെല്ലുകയാണ്. എന്താ കാരണം? അവരുടെ വായിലെല്ലാം ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളുണ്ടായിരുന്നു. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളും ദൈവം കൽപ്പിക്കുക. എന്നതിനർത്ഥം സ്തുതിക്കുന്നവന്റെ വായിൽ, അവൻ സ്തോത്രം ചെയ്യുന്നവന്റെ വായിൽ ദൈവം ആ സ്തോത്രത്തെ കൊടുക്കുമ്പോൾ തന്നെ ശത്രുവിനെ ജയിക്കത്തക്ക തലത്തിൽ അവൻ തന്റെ ആത്മീക വർഗങ്ങളെ കൊണ്ട്, സർവായുധ വർഗങ്ങളുടെ അവൻ തന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്താൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ആരോടൊക്കെ കർത്താവ് പറയുന്നു, ചില മുല്ലപ്പറക്കാരെ കർത്താവ് ദഹിപ്പിക്കാൻ വേണ്ടി പോയി. അച്ഛൻ നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട്. എപ്പോഴാണോ ഹല്ലേലൂയ നാം കർത്താവിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ സ്വർഗം വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് സ്തോത്രം ചെയ്യാൻ ഞാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, അവൻ എന്റെ വായിൽ പുതിയ ഹല്ലേലൂയ ബലത്തെ നൽകുകയാണ്. എത്ര ശത്രു എനിക്കെതിരെ വാദിച്ചാലും അതിനെ ജയിക്കത്തക്ക തലത്തിൽ അവന്റെ കൃപ എന്റെ മേൽ പകരുവാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ എല്ലാവരോടും കർത്താവ് പറയുന്നു, നിന്റെ വായിൽ സ്തോത്രം മറ്റു പോകാതിരിക്കേണ്ടതിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വിടുതലുകൾ കർത്താവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. 4 വഴിയിലൂടെ ശത്രു അവർക്കെതിരെ കയറി വന്നു. യഹോശാഫാത്തിന് കൂട്ടർക്കുമെതിരെ, യഹൂദ ജനത്തിനെതിരെ ശത്രു 4 വശത്തുനിന്ന് കയറി വന്നു. പക്ഷെ തിരുവെട്ട് പറയുന്നു, അവർ ഒരുമിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ കൂടി വന്ന് അവർ ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോ, ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോ എന്താണെന്നത്, അവർക്കെതിരെ കയറി വന്ന ശത്രുവിന്റെ നേരെ ദൈവം പതിയിരുപ്പുകാരെ വരുത്തി അവർ നേരെ വരുവാൻ സമ്മതിക്കാത്ത തരത്തിൽ അവരെ ചിതറിച്ച് കളഞ്ഞു. ഇന്ന് രാത്രി കർത്താവിന്റെ അമ്മ പറയുന്നു, ഈ നാളുകളായി ഉപവസിച്ചിട്ട് നടക്കാത്ത വിടുതൽ സ്തോത്രത്തിൽ നടക്കാൻ പോവുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിടുതൽ സ്തുതിയിലും സ്തോത്രത്തിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവരൊന്ന് ചേർന്നമേ പറഞ്ഞേക്കാം. ഇപ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാല് നമ്മൾ ഉപവസിക്കുന്നത് നമ്മൾ ഒത്തിരി റിലീജിയസ് ആയി മാറുകയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കും, ഹല്ലേലൂയ, പക്ഷെ പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ തുറക്കത്തില്ല, പട്ടിണി കിടക്കുക. ഹല്ലേലൂയ, പട്ടിണി നടക്കുക. എത്ര വേണേലും പട്ടിണി നടക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നത് ബൈബിൾ കൈകൊണ്ട് തൊടത്തില്ല. ഹല്ലേലൂയ. പിന്നെ അത്യാവശ്യം സന്തോഷത്തിലൂടെ എന്ത് ചെയ്യും, കാറിൽ പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു തീയും യൂട്യൂബിനകത്ത് കയറി എന്തെങ്കിലും ഒന്ന് കേട്ടു, അതിന് പാട്ട് കേട്ടു, അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ. നോ ദൈവമക്കളെ, ദാറ്റ് ഈസ് നോട്ട് ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. We become too religious. അതല്ല ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഉപവസിക്കുകയാണോ വചനത്തോട് ചേർന്നിരിക്കണം. ചേർന്നാമേൻ പറഞ്ഞാണ്, വചനത്തോട് ചേർന്നിരിക്കണം. വചനത്തോട് ചേർന്നിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫാസ്റ്റിംഗുകൾ ഒന്ന് എല്ലാം തന്നെ അതൊരു റിലീജിയസ് കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗിലേക്ക് മാറുകയാണ്. ഭക്ഷണം കഴിക്കാതെ പട്ടിണി നടക്കുന്നതല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്നതിന്റെ അർത്ഥം, ഉപവസിക്കുക, കൂടെ വസിക്കുക എന്നതിന്റെ അർത്ഥം. ആ ഒരു
കർത്താവ് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് സ്വന്തം ചെയ്താണ്. യഹോശാഫാത്തിന് കൂട്ടർക്കുമെതിരെ ശത്രു കേറി വരുമ്പോൾ തിരുവെട്ട് പറയുന്നു എന്താ സംഭവിച്ചത്? അവിടെ വായിക്കുന്നു, അവർ ഒരുമിച്ച് കർത്താവിനെ പാടുവാനും വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോൾ പതിവുകാരെ ദൈവം അവർക്ക് നേരെ കൊണ്ടുവന്നിട്ട് അവർക്ക് യഹോശാഫാത്തിന് നേരെ കേറി വരുവാൻ കഴിയാത്ത തലത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വെളിപ്പെടുകയാണ്. ഇത് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവ് പറയുന്നു സ്തോത്രം ചെയ്യാൻ തുടങ്ങട്ടെ. ചില വിടുതലുകൾ വേഗത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ആണ്ടുകളായി ദേശത്ത് വന്നിട്ടും നിനക്ക് മൂവിയാൻ കഴിയാത്ത തലത്തിൽ ശത്രു വെല്ലുവിളി ഉയർത്തുന്നെങ്കിൽ ഈ രാത്രി പരിശുദ്ധൻ പറയുന്നു സ്തോത്രം ചെയ്യുവാൻ തുടങ്ങട്ടെ. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വലിയ മാറ്റങ്ങളെ കൽപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യാൻ എപ്പോൾ സ്തുതി ഉയരാൻ തുടങ്ങുമോ, എപ്പോൾ സ്തോത്രം ഉയരാൻ തുടങ്ങുമോ, നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ മേൽ, ഈ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ കർത്താവായി കടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, നാം അവന്റെ സ്തോത്രത്തോടെ കയറി ചെല്ലുമ്പോൾ ഇന്ന് രാത്രി അമ്മ പറയുന്നു അങ്ങനെയുള്ള ഒരു നടുവിൽ സ്തുതിയുടെ തലം ഓപ്പണാക്കപ്പെടുകയാണ്. ആ തലം ഓപ്പണാക്കപ്പെട്ടാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നീ എവിടെ ചെന്നാലും, നീ ഏത് ദേശത്തേക്ക് നീ ചെന്നാലും അവന്റെ സിംഹാസനം നിന്റെ കൂടെ വ്യാപരിക്കാൻ തുടങ്ങും. അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ വ്യാപരിക്കാൻ തുടങ്ങും. കുടിയിരിക്കുന്നിടത്ത് നീ ചെന്നാലും അവന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം നിന്നിലൂടെ ദേശത്ത് വെളിപ്പെടുക. ഇത് രാത്രി ആ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കാം. ഒരു 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സ്തോത്രം ചെയ്യലിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വേഗത്തിൽ 2-3 കാര്യം വേഗത്തിൽ പറയാം. ഒന്ന് വായിച്ചോട് വേഗത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. മലാക്കിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരും. ബുക്ക് ഓഫ് മലക്കായി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണ് 1-ന്റെ വാക്യം. ഇപ്പോൾ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിച്ചു. ദൈവം തന്റെ മക്കളെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. പക്ഷെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് ഒത്തവണ്ണം അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ അവർ മടിക്കുന്നത് കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡിൽ പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ മേൽ ഞാൻ എന്ത് വരുത്താൻ പോകുന്നു? ശാപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകാൻ തുടങ്ങും. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേൽ ദ്രവത്വം വ്യാപരിക്കാൻ തുടങ്ങും. എന്താ കാരണം? അവന് തക്ക മഹത്വം കൊടുക്കാത്തത് കൊണ്ട്. എന്നാൽ ഇതിനകത്ത് കഥ പറയാണ്, when you are giving, hallelujah, our thanks unto his mighty name for his wonderful work, hallelujah, അവൻ നിനക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കനുസരിച്ച് അവന് മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോൾ തിരുവെട്ട് പറയാണ്, നിനക്ക് ദൈവം തന്ന സകല അനുഗ്രഹങ്ങളും സൂക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞാട്ട് the blessing will be what we say, hallelujah, protected, hallelujah. അവൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും to preserve your blessings, hallelujah, to preserve your blessings you need to give thanks unto the Lord always, hallelujah. ദൈവം നമുക്ക് തന്ന സകല അനുഗ്രഹങ്ങളും അത് കുറഞ്ഞു പോകാതെ, അത് ദ്രവിച്ചു പോകാതെ, ദ്രവത്വം അത് തൊടാതെ വന്ന് അത് ആദരിക്കപ്പെടണമെങ്കിൽ, അത് മാനിക്കപ്പെടണമെങ്കിൽ, അത് കേടുകൂടാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നാം അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തേ മതിയാകും. ഹല്ലേലൂയ. താങ്ക്സ്ഗിവിംഗിലേക്ക് നമ്മൾ പോകുമ്പോൾ, സ്തോത്രത്തിലേക്ക് നമ്മൾ ചെല്ലാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മ പറയാണ് നിനക്ക് ദൈവം തന്ന സകല അനുഗ്രഹങ്ങളും സൂക്ഷിക്കപ്പെടുകയാണ്, പ്രിസർവ് ചെയ്യപ്പെടുമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് വചനം പറയുന്നു 5 അപ്പവും 2 മീനും കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അവൻ അതെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തന്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ പ്രതിപത്തി ഇരുത്തി അവർക്ക് കൊടുക്കുക. എന്നാ സംഭവിച്ചത്? വചനം പറയുന്നു 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് തൃപ്തി പ്രാപിച്ചിട്ട് 12 കൊട്ട നിറച്ചെടുക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? എപ്പോഴാണോ ദൈവം നിനക്ക് തന്നതിനെ ഓർത്ത് നീ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ your blessing will multiply, hallelujah, 1000 times better than that, hallelujah. ദൈവം നിനക്ക് തന്ന ഏത് അനുഗ്രഹങ്ങളും വർദ്ധിച്ചു പെരുകണമെങ്കിൽ അതിന് തക്കവണ്ണം അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യണം. ചേർന്ന് പറയാമോ? ദൈവം നമുക്ക് തന്ന ഏത് അനുഗ്രഹങ്ങളും വർദ്ധിച്ചു പെരുകണമെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു അവന്റെ നാമത്തിന് തക്ക മഹത്വം
പേര് വന്നു. 10 പേർക്കും ശുദ്ധരായി. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു അവർ പോകുന്ന വഴി 10 പേർക്കും വിടുതലായി. പക്ഷെ ഒരുത്തൻ മടങ്ങി വന്ന് അവന്റെ പാദത്തിൽ വീണ് അവന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ മാത്രമേ യേശു കർത്താവ് പറയുന്നു, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഏത് വിടുതലും പരിപൂർണമാക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നീ മടങ്ങി വന്ന് അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യണം. ചേർന്ന് പറഞ്ഞാട്ട് ഏത് വിടുതലും പരിപൂർണമാക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മടങ്ങി വന്ന് അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യണം. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, നമ്മുടെ അനുഗ്രഹങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുവാൻ തുടങ്ങുകയാണ്. എന്റെ വാക്കുകൾ നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഒരു നിമിഷം എഴുന്നേറ്റാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് കയറി വരാമോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ തൊടാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കം ടു ദി ഫ്രണ്ട്. ഹല്ലേലൂയ. മുമ്പിലേക്ക് ഓടി വാ. കർത്താവ് നിങ്ങളെ തൊടാൻ വേണ്ടി പോവുകയാണ്. എന്നെ വിടുവിച്ച കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ മേൽ ഒരു വിടുതൽ കർത്താവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നാം സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം കർത്താവിന്റെ സ്തുതിയോടുകൂടെ ആ സ്തോത്രത്തോടുകൂടെ പ്രാകാരത്തിലേക്ക് ചെല്ലാൻ തുടങ്ങിയ ദൈവം നിനക്ക് വേണ്ടി സ്തുതിയുടെ തലങ്ങളെ ഓപ്പണാക്കും. ആ തലത്തിനകത്ത് ഒരു ശത്രുവിനും നിന്നെ ജയിക്കാൻ കഴിയാത്ത തലത്തിൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്.
നിങ്ങളുടെ ഭാരം എന്ത് തന്നെയാണ് ഒന്ന് കരമുയർത്തി പിടിച്ചാട്ടെ. പിതാവ്, ഞാൻ അവിടുത്തെ കരത്തിലേക്ക് ഈ സഭയെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിന് കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അവൻ ഞാൻ നിന്നെ അധികം ഈ രാഷ്ട്രത്തെ ബാധിക്കും. ഈ രാജ്യത്ത് നീ ഉള്ളിടത്തോളം കാലം എന്റെ മഹത്വം വിശേഷമായ തലത്തിൽ വെളിപ്പെടും. നിന്റെ മേൽ ഞാൻ വിശേഷമായ ചില അധികാരത്തെ ഞാൻ കൽപ്പിക്കും. നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്തോടെ ബന്ധത്തിൽ എന്റെ മഹത്വങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ തലത്തിൽ വെളിപ്പെടപ്പെട്ട ആരും മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ മടിക്കുന്ന ചില മേഖലകളിൽ നീ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കും. നീ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുന്ന തലത്തിൽ എന്റെ കൃപകളെ ഞാൻ നിന്റെ മേൽ പകരും. നിന്റെ മേൽ എന്റെ കൃപകളെ പകർന്ന് എന്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ മുന്നോട്ട് നടത്തും. സെരൂബാബേലിന്റെ കയ്യിലെ അവൻ സ്വന്തം അവൻ ഹല്ലേലൂയ അവന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകെട്ട് കണ്ട് സ്വർഗ്ഗം സന്തോഷിച്ചതുപോലെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്റെ ചില ആഗ്രഹങ്ങൾ അത് എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് കൊണ്ട് അത് ചെയ്തെടുക്കേണ്ടതിന് ഞാൻ നിന്നെ വിശേഷമായ തലത്തിൽ അഭിഷേകത്തോടും അധികാരത്തോടും എന്റെ മഹിമയ്ക്കായി ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് നിന്നോട് രാത്രി കർത്താവ് സംസാരിക്കുകയാണ്. നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്തോട് ബന്ധത്തിൽ ഉന്നതികളിലേക്ക് നടകൊള്ളത്തക്ക തലത്തിൽ ഡോറുകളെ നിങ്ങൾ തുറന്നു വയ്ക്കും. വിശാലമായ അഭിഷേകത്തോടെ ഒരു അപ്പോസ്തോലിക് അനോയിന്റിങ്ങോട് കൂടി ഞാൻ നിന്നെ കൈപിടിച്ച് ഉയർത്തത്തക്കവണ്ണം എന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾ പകരുമെന്ന് ആത്മാവ് ഈ രാത്രി നിന്നോട് സംസാരിക്കും. അങ്ങനെ രാത്രിയുടെ ആലോചനകൾ ഗ്രഹിച്ചുകൊണ്ട് എന്റെ പദ്ധതി കേൾപ്പിക്കട്ടെ. നിന്നെ ഞാൻ എന്റെ കയ്യിൽ എന്റെ മോതിരമായി നിന്നെ അണിയിച്ചു. എന്റെ മഹത്വമാക്കി നിർത്തുവാൻ എനിക്ക് പ്രാവുണ്ട് എന്ന് ഇത് രാത്രി കർത്താവ് എന്നതിനോട് സംസാരിക്കും. Father, fire in the name of Jesus. Fire in the mighty name of Jesus. എന്റെ മഹിമയ്ക്കായി ദാസൻ ആരമുറുക്കി എഴുന്നേറ്റ് വരട്ടെ. അത് അവിടുത്തെ മഹിമയ്ക്കായി ചെയ്യും. അവിടുത്തെ കർത്താവ് അത് ചെയ്തിരിക്കുന്ന സഭയെ ഞങ്ങൾ ബ്ലസ് ചെയ്യും. എന്റെ കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ മാറട്ടെ. ഇന്ന് പകരം ഓടി ആരാധനയിലേക്ക് വന്നത് അവർക്ക് വിടുതലായി ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എന്റെ മക്കളെ തൊട്ടില്ലെങ്കിലും അങ്ങ് തൊട്ടതിനായി അതിന്റെ വിടുതൽ അടുത്ത ദിവസങ്ങളിൽ സാക്ഷിക്കത്തക്കും. അവിടുത്തെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥനകൾ കേട്ട സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തരപ്പെടാമേ. കൈവയ്ക്കുന്ന സ്തോത്രം ചെയ്താട്ട് അവസരമൊരുക്കിയ കർത്താവിന്റെ ബുദ്ധിയോട് കുടുംബത്തോട് ദൈവസഭയോട് വിശേഷം ലഭിച്ചവരുടെ കുടുംബത്തോട് ദൈവ മക്കളെല്ലാവരും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഞങ്ങളെ ഓർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മിഷനോട് ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അവൻ സ്വത്രം ചോദിച്ച് മനസ്സിലാക്കാം. സപ്പോർട്ട് ചെയ്യാം. അവസരങ്ങളുണ്ട്. ഒരു